പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചില്ല കമൻറ്റ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിക്കഴിഞ്ഞേ സമയം കിട്ടിയില്ല. നമ്മളെങ്ങടെ പോയേ? നമ്മളെങ്ങടെ പോയി തോന്നുന്നുണ്ട് അല്ലേ? പോയി ഇവിടേക്ക് പോയി, മലപ്പുറത്തേക്ക് പോയില്ലേ? ഞായറാഴ്ച പോയേ, ശനിയാഴ്ച പോയിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മളിപ്പോ വായിക്കണത് ചേട്ടൻ എടുത്തു വെച്ചാണ് മറ്റേ വീഡിയോയിലാണ് ഷോപ്പിന്റെ 2ാം വാർഷികത്തിന്റെ റോൺ ദ ഡോൺ. ടൈറ്റിൽ വളരെ ശരിയാണ്. എന്തിട്ടായിരുന്നു ടൈറ്റില്? മുഴുവൻ മാറ്റങ്ങൾ തന്നെ. ടൈറ്റിൽ വളരെ ശരിയാണ്, മുഴുവൻ മാറ്റങ്ങൾ തന്നെ. പക്ഷെ വീടിനേക്കാൾ മാറിയത് വീട്ടമ്മയാണ്. പുതുപരിഷ്കാരിയായി വീട്ടമ്മയുടെ പഴയ നിഷ്കളങ്കതയും പോയി, ലാളിത്യവും പോയി. പകരം കിട്ടിയതോ അത്യാഗ്രഹവും അഹങ്കാരവും. കഷ്ടം. എന്താ കഥ? മാറ്റം തോന്നുന്നുണ്ടോന്നുള്ളത് എല്ലാവർക്കും മാറ്റം ഉണ്ടാവില്ലേ? നമ്മൾ 2018 ചാനൽ തുടങ്ങിയത് അല്ലേ? ഇപ്പോൾ എത്ര കൊല്ലായി? 6 കൊല്ലായി. അപ്പോൾ 6 കൊല്ലം കൊണ്ട് നമുക്കിപ്പോൾ റോൺ ദ ഡോണിന്റെ 6 കൊല്ലം മുന്നത്തെ ഫോട്ടോ എടുത്ത് നോക്കി നോക്കിയേ. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവുക. മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ? പെരുമാറ്റത്തിൽ മാറ്റം വന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിക്കോ, എൻ്റെ സംസാരം ഇങ്ങനെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സംസാരം. അതിലൊരു മാറ്റവും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അന്നത്തെ അഹങ്കാരം തന്നെ ഇപ്പോഴും അതന്നെ. അന്ന് തൊട്ടേ ഞാൻ കേൾക്കണതാണ് ഈ അഹങ്കാരി എന്നുള്ള പേര്. അപ്പോൾ മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളത്. നമ്മുടെ ജയന്തിയുടെ മറ്റേ അതിലത്തെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ചേട്ടൻ. പിന്നെ അതിലൊക്കെ പ്രീനയ്ക്ക് ആശംസകളും ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖാന്തരമാണ് അവർക്ക് കട തുടങ്ങാനുള്ള ഒരു സാധ്യത തുറന്ന് കിട്ടിയത്. അതിനുശേഷം അവർക്ക് ഉയർച്ചയുണ്ടായത്. അതിന് നമുക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളും അതിനൊരു ഭാഗമാണല്ലോ. അവരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ നമുക്ക് പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അവർക്ക് ഇനിയും നല്ല ഉയർച്ച ഉണ്ടാവട്ടെ. ഒരിക്കലും അവരുടെ അവിടെ നിന്ന് വാങ്ങിയവരെ ഒരിക്കലും കംപ്ലൈൻറ്റ് പറയില്ല. കാരണം അത്രയും ബെസ്റ്റ് സാധനങ്ങൾ തന്നെയാണ്. അവരെ അവിടെ നിന്ന് വാങ്ങിക്കണവർ അത്രയ്ക്കധികം പേര് നമ്മുടെ ആ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നല്ല സാധനമാണെന്ന് പറഞ്ഞിട്ട്. അടുത്തത് നമ്മുടെ ജയന്തിയുടെ കക്കത്തോരൻ. റിയാസ്, ഇത് ആകുമ്പോഴേ തിന്നുകൊണ്ടേയിരിക്കും എന്ന് ജയന്തി പറയുമ്പോൾ അജുവിൻ്റെ മനസ്സിൽ കൂടി ഒരു ഇളങ്കാറ്റ് വന്നിടിച്ചു. എൻ്റെ കൈ ഭയങ്കര ഉറപ്പാ എന്ന് പറഞ്ഞ ജയന്തിയുടെ കൈ സരിത തൊട്ട് നോക്കുമ്പോൾ അജു വന്ന് എത്തി നോക്കുന്ന ആ സീൻ കണ്ട് ചിരിച്ചു പോയി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാസ് ചെയ്യാൻ തോന്നും. തുടക്കം തന്നെ പറഞ്ഞു ഇതിൽ ഞാൻ വരില്ല, സരിതയും ജയന്തിയും കൂടിയിട്ട് അവതരിപ്പിക്കുന്നത്. പക്ഷെ ചേട്ടൻ വന്നോടുന്നു ഫുൾ ടൈം. ഞങ്ങളാണ് മാറിപ്പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ജയന്തിച്ചും മാറിപ്പോയി. പിന്നെ ചേട്ടനാ ഫുൾ ടൈം ഇളക്കിയോടന്നൊക്കെ. കെ ജോയ് കള്ളിക്കാടൻ, സരിത ഛർദ്ദിച്ചുവോ എന്ന് ഇന്ന് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഒത്തിരി വൈകിപ്പോയി റിപ്പോർട്ട് ചെയ്യാനായിട്ട്. ഞാൻ ഛർദ്ദിച്ചില്ല. ആദ്യമായിട്ടാണ് കക്കറച്ചി എന്നിട്ട് സരിത ഛർദ്ദിക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു പാചകമായ കാരണം തോന്നുന്നുണ്ടല്ലേ? അതറിയില്ല എന്തുകൊണ്ടാണ്. കക്കയുടെ ഗുണമാണോ ഒന്നും അറിയില്ല. പക്ഷെ ഛർദ്ദിച്ചില്ല ഇവിടെ. നല്ല കക്കയാണെന്ന് പറഞ്ഞു ജയന്തിച്ചി. ഇങ്ങനെ നേരെ കൊണ്ടുവന്നപ്പോൾ തന്നെ നേരെ കിട്ടിയിട്ടുള്ളതാണ് അവർക്ക് അവിടെ നിന്ന്. പിന്നെന്തുട്ടാ പിന്നെ ഞാൻ അങ്ങനെ പറയാൻ മാത്രം ഭയങ്കരമായിട്ട് കഴിച്ചില്ല. ചേട്ടനാണ് നല്ല നീക്കി. പ്രേമേട്ടൻ അത്രയ്ക്ക് കഴിച്ചില്ലേ. പ്രേമേട്ടന് സീ ഫുഡ്സ് ഇങ്ങനത്തെ സാധനങ്ങൾ, കക്ക, ഞണ്ട്, അതേപോലത്തെ സാധനങ്ങൾ കഴിച്ചാൽ വയറിന് പിടിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ആള് പേടിച്ചിട്ട്. എന്നാലും ടേസ്റ്റ് കാരണം ചേട്ടനാണെങ്കിൽ അവരെ കഴിയണമെന്ന് കാണുമ്പോൾ അപ്പം പ്ലേറ്റ് നിറച്ച് വീണ്ടും അവിടെ കൊണ്ടുവച്ച് കൊടുക്കും. അപ്പം അത് കാണുമ്പോൾ ഇങ്ങനെ കഴിച്ചേ പിറ്റേ ദിവസം രാവിലെ ലൂസ് മോഷനായിരുന്നു എന്ന് പറഞ്ഞു പ്രേമേട്ടന്. എനിക്ക് ഛർദി ഒന്നും വന്നില്ല. അടുത്തത് കൃഷ്ണകുമാർ. സൂപ്പർ വീഡിയോ, സമയം പോയതറിഞ്ഞില്ല. പാചകമല്ല വാചകമടി കേട്ടിരിക്കാൻ നല്ല രസമാണ്. കീപ് ഇറ്റ് അപ്പ്. സന്തോഷം. സനോജ് ടി അർജുനൻ, ജയന്തി ചേച്ചിയുടെ ഒരു നാടകത്തിൽ പെർഫോമൻസ് എനിക്കും കാണാൻ പറ്റി. തീർത്തും പറയാൻ അസാധ്യ സ്റ്റേജ് പെർഫോമറാണ്. സംഭാഷണ ശൈലിയും ബോഡി ലാംഗ്വേജും അഭിനയവും മലയാള സിനിമയിലെ സരിതേച്ചി പറഞ്ഞ പോലെ ആ ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അവസരം ഭാഗ്യം ഒത്തുവന്നാൽ സിനിമയിൽ തിളങ്ങിയിരിക്കും, ഒരു സംശയവും വേണ്ട. കക്കത്തോരൻ അടിപൊളിയാണ്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. സരിതേച്ചി കക്ക കഴിച്ചിട്ട് ഛർദ്ദിച്ചോ? സ്നേഹം മാത്രം അജുവേട്ട, ചേച്ചി ജഗ്ഗൂസ്. എടമുട്ടത്ത് ഇവരെ നാടകം എക്സ് എന്ന് പറഞ്ഞ നാടകം നമ്മുടെ മുകളിൽ റിഹേഴ്സൽ ചെയ്ത നാടകം എടമുട്ടത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. എടമുട്ടത്ത് മറ്റേ തീരപ്രദേശത്ത്. അപ്പോൾ അതിൽ ജയന്തി ഗംഭീരമായ ഒരു അഭിനയമാണ്.
കാഴ്ചവെച്ചത്. അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു പറയണത്. അടുത്തത് സുജിത് ചന്ദ്രൻ. 50 മിനിറ്റ്സ് വേവിച്ച കക്ക എന്നാത്തിന് കൊള്ളാം, കഷ്ടം, റബ്ബർ പോലെ ആയിട്ടുണ്ടാവും. കക്ക ഒക്കെ ഒരു 7 മിനിറ്റ്സ് മൂടി വെച്ച് വേവിച്ച് ഒരു 5 മിനിറ്റ്സ് മൂടി തുറന്ന് ഒലർത്തി എടുത്ത് കഴിക്കണം. മര്യാദയ്ക്ക് തിന്നാനും വേണം ഒരു യോഗം. പാചകറാണികൾക്ക് നളന്മാർക്കും കുറച്ച് വിവരം വേണം. ഇവിടെ സുജിചന്ദ്രൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് കഴിപ്പിക്കാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം പറയാൻ പറ്റില്ല. ഇതിന് ഉറപ്പുണ്ട്. പിന്നെ ഈ നാളികേരം നമ്മള് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോ നാളികേരം ചവയ്ക്കുമല്ലോ. അപ്പൊ അതിന്റെ കൂടെ ഇതിങ്ങനെ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? റബ്ബർ. അപ്പോൾ ഈ നാളികേരം ചവയ്ക്കണതിൻ്റെ കൂടെ ഇതും ചവയ്ക്കാം. ഭയങ്കര റബ്ബർ പോലൊന്നും ആയിട്ടില്ല. ചില സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇവിടെ കഴക്കില്ലേ? അതെന്തൊരു സാധന കഴിക്കുമ്പോൾ ഇവിടെ കളക്കാറ് എന്തിനാവട്ടെ, അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. അതന്നെ ഒരു വട്ടം ഉണ്ടാക്കി നോക്ക്. മംഗലം രവീന്ദ്രൻ. എൻ്റെ മേമയുടെ വീട് ഏങ്ങണ്ടിയൂർ ആണ്. അവിടെ പനയൂക്കുളങ്ങര അമ്പലമുണ്ട്. കുളങ്ങര അമ്പലമുണ്ട്. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അജു സരിത അടുത്ത വീഡിയോയിൽ ഒരു ഹായ് തരാമോ? പിന്നെന്താ ഹായ്. മറ്റേ ഏങ്ങണ്ടിയൂര് ജയന്തിയുടെ വീടാണ് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത് കമന്റ്. അതെ. അടുത്ത് റോൺ ദ ഡോൺ. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമാ പേര് പോലെ ഇതിപ്പോൾ നാടകക്കാരി ഇറങ്ങാത്ത വീടായല്ലോ. നല്ല ഉപമ. പ്രേമേട്ടാ, എൻ്റെ വകയായി ആ സരിത ചേച്ചിയുടെ മുതുകിനിട്ട് 2 ഇടി കൊടുത്തേക്കണേ. എന്ത് കാര്യത്തിന്? ഈയിടെയായി ഷൈനിങ് ഇത്തിരി കൂടുതലാ. അഹങ്കാരത്തിന്റെ ഷൈനിങ് ആയി. രണ്ടാമത്തെ അതന്നെ. അടുത്തത് ശ്രീകുമാർ JK. വൈ ആർ യു വേസ്റ്റിംഗ് മണി ലൈക്ക് ദിസ്? ഇത് നമ്മുടെ ഇതിലാട്ടാ. അയ്യോ, നെഗറ്റീവ് കമന്റ്സിന്റെ അയ്യര് കളിയായിരുന്നു. വർക്കേരിയയുടെ ഇത് ഞങ്ങളെ എടുക്കണ്ടെന്ന് വെച്ചു. കാരണം നമുക്കറിയാം, കാരണം കുറച്ച് നാൾ മുന്നാണ് നമ്മൾക്ക് അതിലേക്ക് ഒരു ചെറിയ പെട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയുള്ളൂ അന്ന്. ആ പെട്ടി ഇപ്പോഴും ഉണ്ട് കേട്ടോ, അത് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണ്ട, ഇതിന് എന്തായാലും നമ്മൾ ഇങ്ങനെ ഇതുപോലെ കാശ് നശിപ്പിക്കണമെന്നാണ് പറയുള്ളൂ. ആളുകൾക്ക് നമ്മളുടെ പ്രശ്നം എന്തിട്ടാണെന്ന് ആളുകൾക്ക് അറിയില്ലല്ലോ, ഇവിടെ പെരുമാറുന്നവർക്കല്ലേ ഇത് അറിയുള്ളൂ. അപ്പോൾ കുറേ പേര് നെഗറ്റീവ് കമൻസ് ആയിട്ട് വരും. അപ്പോൾ അത് കാരണം വേണ്ട, എടുക്കണ്ടെന്ന് വെച്ചു. പിന്നെ അങ്ങനെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് പണി അവരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചേ, ഇങ്ങനത്തെ ബൗള്, ഈ മറ്റേ പ്ലേറ്റും ബൗളായിട്ടുള്ളതില്ലേ സിങ്ക്, അതൊക്കെ വാങ്ങിക്കുന്നവർക്കൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ഏരിയ പണിയണവർക്കൊക്കെ ഇത് മനസ്സിലാവുമല്ലോ. അപ്പൊ നമുക്ക് പറ്റിയ അബദ്ധം പറ്റണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റിയെന്നുള്ളത് പറയാം. പിന്നെ അതല്ല, നമ്മൾ ആ അടുക്കളയിൽ ആ വീഡിയോ കാണിക്കും, എപ്പോഴെങ്കിലും കാണിക്കും സാർ പാചകം ചെയ്യുന്നത്. അപ്പൊ അത് മാറിയതായിട്ട് കാണുമ്പോൾ ആളുകൾ പറയും, അതെ ഇത് മാറ്റിയത് പറഞ്ഞില്ലല്ലോ എന്നും പറയും. അത് മാറിയത് അറിയാവോ? പിന്നെ അറിയില്ലോ. അങ്ങനെ അതും കൂടി അങ്ങനെ ഇപ്പൊ അത് ഒരു ഇതായിട്ട് കാണിച്ചു എന്ന് മാത്രം കേട്ടാ. എന്തായാലും അതിന് കുറെ ചീത്ത ആളുകൾ പറയുന്നുണ്ട് നമ്മളെ. അപ്പൊ ശ്രീകുമാർ JK പറയാണ്, വൈ ആർ യു വേസ്റ്റിംഗ് മണി ലൈക്ക് ദിസ്? നൗ മെനി പീപ്പിൾ ഹാവ് നോ മണി ടു പേ റെന്റ്. വാടക കൊടുക്കാൻ പോലും കാശില്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ മണി വേസ്റ്റ് ചെയ്യാണെന്നാണ് ശ്രീകുമാർ പറയുന്നത്. മണി വേസ്റ്റ് ഇനി അങ്ങനത്തെ കമന്റുകൾ കുറച്ച് എല്ലാത്തിനുള്ള മറുപടി കുറച്ചായിട്ട് പറയാം, നല്ലതാ. ഞാൻ അടുത്ത വായിക്കും. നമ്മളെപ്പോഴും കുറച്ചൊരു അഭിമാനത്തോടെ അഹങ്കാരത്തോടെ കൂടി പറയും, ഞങ്ങൾക്ക് നെഗറ്റീവ് കമൻസ് അധികം വരാറില്ല. പക്ഷെ ക്ഷാമം തീർത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ വായിക്കാട്ടാ. പബ്ലിക് റിപ്പോർട്ടർ PC. എനിക്ക് വീട്ടുകാരോട് ഭയങ്കര സ്നേഹമാണ്. കാരണം മറ്റു പുരുഷന്മാരുടെ പോലെ ചേട്ടനും അവരുടെ ചേട്ടന്മാരും മദ്യപാനം, പുകവലി, മറ്റ് മയക്കുമരുന്നുകൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അത് ശരിയാണ്, ആ അറിവ് വളരെ ശരിയാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ കുറച്ച് രൂപ മിച്ചം വരും. അതുകൊണ്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യുമ്പോഴേ മറ്റുള്ളവർക്കും പണി കിട്ടി അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും. കറക്റ്റ്. അതുപോലെ സ്ത്രീകൾ അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു. അതൊരു തെറ്റാണോ? എൻ്റെ സഹോദരിമാർ 50,000 രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ, ഡ്രസ്സുകൾ, ഹോട്ടൽ ഭക്ഷണം എല്ലാം കൂടി ഒരു മാസത്തിൽ വാങ്ങും. എൻ്റെ അമ്മേ, ഇവർ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. മേക്കപ്പ് തന്നെ സരിതേച്ച് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ്. ചെയ്യുന്നില്ല. അതേ ഈ പൊട്ട് മാത്രമാണ് എൻ്റെ മേക്കപ്പ്. ദേ പിന്നെ ഒരു കുറി വരയ്ക്കും. പൗഡർ പോലും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഇവിടെ ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് ജയന്തി ചേച്ചിയും അവരൊക്കെ വരില്ലേ? അപ്പോൾ അവർ ആദ്യത്തെ വട്ടം വന്നപ്പോൾ ടച്ചപ്പ് ചെയ്യാൻ പൗഡർ ചോദിച്ചു. അപ്പോൾ ഇവിടെ പൗഡർ ഇല്ല. അപ്പോൾ എന്നിട്ട് പിന്നത്തെ വട്ടം വരുമ്പോൾ തൊട്ട് അവർ ഒരു മേക്കപ്പ് കിറ്റ് അവർ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വരാം.
എന്നിട്ട് കോമ്പാക്ട് പൗഡർ അത് ഇതൊക്കെ ഇട്ടപ്പോൾ അങ്ങനെയാണ് അവർ വരാൻ. പിന്നെ ഭർത്താക്കന്മാരുടെ ക്യാഷ് ദൂർത്തടിച്ച് കളയുന്ന എത്രയോ സ്ത്രീകളെ എനിക്കറിയാം. ഈ പാവം പിടിച്ച സരിത ചേച്ചി നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ അത് കണ്ട് കണ്ണുകടി വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 100 പ്രാവശ്യം കുറയാതെ ഓം നമഃ ശിവായ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥന കൈക്കൊണ്ടാൽ നിങ്ങൾക്കും ഇവരെ പോലെ നല്ല ഐശ്വര്യമായി ജീവിക്കാമെന്നാണ്. എൻ്റെ അമ്മയും തിരുതല കമൻ്റ് ചെയ്ത് ഞാൻ ഇപ്പോഴാണ് കാണണേട്ടാ, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അയ്യോ പാവം. ഇനി വായിക്കി നമ്മൾ കമന്റുകൾ വായിക്കി, എന്നിട്ട് അവസാനം മറുപടി പറയല്ലേ നല്ലത്. ആ അലക്സ് മാത്യു, മറ്റുള്ളവരുടെ കഷ്ടപ്പാടും നിങ്ങൾ അവരെ സഹായിച്ചതും എന്തിനാ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്? ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാൻ പാടില്ല. നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്താലും നിങ്ങളുടെ മണി, ആർക്കും ഒന്നും പറയാനില്ല. വൈ യു ആർ ടോക്കിംഗ് അബൌട്ട് അതർ ഫാമിലീസ് പ്രോബ്ലം ഹിയർ? ഇഫ് യു ഹെൽപ്പ് അതേഴ്സ് ഇറ്റ് ഈസ് വെരി ഗുഡ് തിങ്, ബട്ട് it shouldn't proclaim in social media. It is very shame. I never expect such things from you guys. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആൾക്ക് നമ്മൾ വർക്ക് ഏരിയയിൽ എത്ര കാശ് ചെലവഴിച്ചത് ആൾക്ക് വിഷയമല്ല. ആൾക്ക് അവിടെ ഉണ്ടായിരുന്ന പെട്ടി ബോക്സ് ക്രിസ്റ്റിക്ക് റിൻഡനും കൊടുത്തു എന്തിനു പറയുന്നു എന്നാണ് ആളുടെ ചോദ്യം. മറുപടി എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പറയാം. അടുത്തത് രതീഷ്, കാശ് ഉള്ളവൻ്റെ കുത്തിക്കഴപ്പ്. അടുത്തത് ലതിക, സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്തിട്ട് വീഡിയോ ഇട്. പിന്നെ പ്രേംലാൽ PK, നിങ്ങളിൽ നിന്ന് ഇതൊന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പൊങ്ങച്ചം ഒരു വെള്ളപ്പാണ്ട് മതി പറഞ്ഞ. പൊങ്ങച്ചം ഒരു വെള്ളപ്പാണ്ട് മതി. വെള്ളപ്പാണ്ട് വന്നു കഴിഞ്ഞാൽ പൊങ്ങച്ചം പോകുന്നതാണോ ഉദ്ദേശിക്കുന്നത്? എന്തായാലും അടുത്ത് വായിക്കി. അടുത്തത് മേരി പോൾ, യൂട്യൂബിൽ നിന്ന് ഇത്രയ്ക്കും കാശൊക്കെ കിട്ടുമോ? താര രാജൻ, പൈസ കൂടുതലുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കൂ. പിന്നെ സിന്ധു ഷാജി, 5-6 മക്കൾ ഉള്ളവർക്ക് ചെറിയ സിങ്ക് അധികം, യൂട്യൂബ് വരുമാനം വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തും ചെയ്യാം, ഇതില്ലാതെയും ജീവിക്കാൻ പറ്റും, ഇത് അഹങ്കാരം, ഇതിനൊക്കെ ലൈക്ക് അടിക്കുന്നവരെ വേണം പറയാൻ. ജോസഫ് ജെ, പിന്നെ എന്തുട്ടാ പ്രശ്നം എന്ന് വെച്ചാലേ ഇഷ്ടം പോലെ കാശ് വരുന്നുണ്ട് യൂട്യൂബിൽ നിന്ന്, അതാണ് വരെ പ്രശ്നം. പിന്നെ പൗർണമി, കുറേ കൂടുതൽ പാത്രം കഴുകിക്കോ സരിത, യൂട്യൂബ് വരുമാനം കിട്ടണ്ടേ, ശരീരത്തിന് വ്യായാമം എക്സ്ട്രാ കിട്ടും. പിന്നെ പ്രിൻസിദാസ്, മറ്റുള്ളവരെ പറ്റിച്ച് പണിയെടുക്കാതെ കാശുണ്ടാക്കുന്നു, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കല്ലേ. പിന്നെ വീണ്ടും പ്രിൻസിദാസ് ഒരു കമൻറ്റ് കൂടിയിട്ട്, നിങ്ങളെപ്പോലെ ക്യാഷ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇതുപോലെ കാണിക്കില്ല. പിന്നെ റീന വിനോദ്, ഒരു വീട് വയ്ക്കാൻ കഴിയാതെ എത്രയോ ആളുകളുണ്ട്, ഇങ്ങനെ ധാരാളിത്തം കാണിക്കാൻ പാടില്ല, ഈശ്വരൻ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത് ചിത്ര ബാലൻ, 74 കോടി കൊടുത്തിട്ടാണ് പോപ്പ് സിംഗർ റിഹാന. ഇനി കുറച്ചു നേരം നമുക്ക് ഇതിന്റെ മറുപടി പറയും. നമുക്കിപ്പോ പൊങ്ങച്ചത്തിന്റെ കുത്തിക്കഴപ്പല്ല, പൊങ്ങച്ചത്തിന്റെ കാശിന്റെ കുത്തിക്കഴപ്പ്. പിന്നെ യൂട്യൂബിൽ നിന്ന് കണ്ടമാനം വരുമാനം കിട്ടുന്നുണ്ട്. ഇത് ആളുകളെ കാണിച്ച് ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നു. പിന്നെ ഇത് ഇവിടുത്തെ ഇതിന്റെ ഈ സാധനം കൊടുത്തിട്ട് അവരെ വീട്ടുകാരെ മോശക്കാരാക്കേണ്ട ആവശ്യമുണ്ടോ, അറിയാൻ പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അത് പറഞ്ഞില്ല എന്ന് വിചാരിക്കും. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ കമന്റ് വരും, അങ്ങനത്തെ ഒരു സാധനം എന്തുട്ടാ ചെയ്തത് നിങ്ങൾ, അത് നിങ്ങൾ വെറുതെ വേസ്റ്റ് ആയി കളഞ്ഞില്ല, അത് ഇല്ലാത്തവർക്ക് കൊടുത്തെങ്കിൽ എത്ര കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ അടിയിൽ പോയിട്ട് ഞങ്ങൾ അത് ക്രിസ്റ്റിക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മള് റിപ്ലൈ കൊടുക്കാൻ നിൽക്കണ്ടേ. ഏത് കൃഷിക്ക് എപ്പോ എങ്ങനെ എന്തൊക്കെ ചോദിക്കില്ലേ. ഈ കമന്റ് ഇടാൻ അറിയാത്തവരും ഇത് ചിന്തിക്കുമല്ലോ, അയ്യോ ആ ഒരു ബോക്സിന് വലിയ കുഴപ്പമില്ലല്ലോ, അപ്പൊ പിന്നെ ഇവരിത് എന്തിനാ അത് കളയണേ, അങ്ങനെ ചിന്തിക്കുമല്ലോ. അത് നമ്മൾ കളഞ്ഞുണ്ടാവുന്നല്ല വിചാരിക്കുക. പിന്നെ അതുകൊണ്ടാണ് അത് ജസ്റ്റ് അതിൽ കാണിച്ചത്. അല്ലാണ്ട് നമുക്ക് ആയാലും ഈ മറ്റുള്ളവർക്ക് കൊടുക്കണ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തവരെന്നെയാണ് നമ്മൾ കൊടുക്കുന്നതൊന്നും നമ്മൾ പറയാറുമില്ല, കാണിക്കാറുമില്ലല്ലോ. ഇതുവരെയ്ക്കും ഞങ്ങൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പറയാറില്ല. നമുക്ക് അങ്ങനത്തെ ഗ്രൂപ്പ് പോലും ഉണ്ട്, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ചികിത്സാ സഹായം അല്ലെങ്കിൽ അങ്ങനത്തേക്കും കുട്ടികളെ പഠിക്കാൻ അതൊന്നും നമ്മൾ ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴി ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ
ഒരു മാസം എത്ര പേർക്ക് സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നോക്കും. നമ്മളാലാവുന്നത് കേട്ടോ, ലക്ഷക്കണക്കിനല്ല, നമ്മളാലാവുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിക്കും നമുക്ക് കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ പണ്ട്, അപ്പൊ നമുക്ക് എന്നിട്ട് നമ്മൾക്ക് സഹായിക്കണം, ഇത്ര നമ്മളുടെ വരുമാനത്തിൽ ഇത്ര ഭാഗം സഹായിക്കണം എന്നൊക്കെ ഞങ്ങളിന്ന് പറയും. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാ കടങ്ങളും വീടിയിട്ടൊന്നും ഒരാളെ സഹായിക്കാൻ പറ്റില്ല. ഇപ്പൊ 1000 രൂപ ഒരാൾക്ക്, ഒരു അമ്മാമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ 1000 രൂപ കൊടുത്തു വിചാരിക്കുക. ഈ 1000 രൂപ കയ്യിലിരുന്നുകൊണ്ട് നമ്മളുടെ ആ ജന്മം കഴിയാനൊന്നും പോകില്ല. പക്ഷെ ആ 1000 കൊണ്ട് ആ അമ്മാമ്മയ്ക്ക് ഒരു മാസം മരുന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്, അമ്മാമ്മി ഹാപ്പി. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അത് നമ്മൾ പറയാറില്ല, പറയാനും പോണില്ല. പക്ഷെ ഇത് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. ഇത് എവിടെ ഈ പെട്ടി, നിങ്ങൾ ഈ ബോക്സ് എന്താ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിന് റിപ്ലൈ കൊടുക്കാനിരിക്കണം. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അല്ലാണ്ട് അല്ല. പിന്നെ അത് മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ കാശിൻ്റെ കുത്തിക്കഴപ്പെന്ന് പറയുന്നത്, ഈ ഇപ്പം ഞങ്ങൾ ഇപ്പം ഇതൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഈ കാശ് പോക്കറ്റിൽ വെച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മഹേഷ് ഷീബിയും ഇവിടെ 4-5-6 ദിവസം പണിതു. അവർക്ക് ഒരു ദിവസം അവർക്ക് 900 രൂപ കൂലി കൊടുക്കും ഒരാൾക്ക്. അപ്പോൾ ഈ 900 രൂപ അവർ വീട്ടിലേക്കാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇത് പണിയുമ്പോൾ, ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് വേറെ തരത്തിൽ കാശ് സമൂഹത്തിലേക്ക് പോകും. ഞങ്ങൾക്ക് പെയിന്റ് വാങ്ങി, അപ്പൊ ആ പെയിന്റ് കമ്പനി അവിടേക്ക് കാശ് പോകും. അതിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ടാവും? നമ്മള് പൈസ ചെലവാക്കാണ്ട്, ഇവിടെ ഈ ലോകത്തുള്ള എല്ലാ കാശുകാരും അവരെ പൈസ മുഴുവൻ ഒറ്റ പൈസ ചെലവാക്കാണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും ഇവിടുത്തെ ലോകത്തിന്റെ അവസ്ഥ? പൈസ പണ്ടൊക്കെ ഞാനൂട്ടാ നമ്മളിങ്ങനെ പോകുമ്പോ വലിയ കൊട്ടാരം പോലത്തെ വീടുകളൊക്കെ പണിയണ കാണുമ്പോ എൻ്റെ അമ്മേനൊക്കെ പറഞ്ഞിട്ട് നോക്കി എന്തുട്ടാ അല്ലേ, എത്ര പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം ഇയാൾക്ക് ഈ കാശുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ പിന്നെയാണ് നമ്മൾ വലുതാവുമ്പോഴാണ് പിന്നെ മനസ്സിലാവണേ, അയാൾ ആ വീട് വെച്ചപ്പോ എന്തോരം പേർക്ക് ജോലി, കുടുംബങ്ങൾ കഴിയുന്നു അത്രയും സമയം നാള് പണിയുമ്പോ. അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മളെ ഒരു കല്യാണം നടത്തണു, ഒരാൾ കല്യാണം നടത്തി, അയാളുടെ ഒരു കോടീശൻ്റെ കല്യാണം, കോടീശൻ്റെ മകൻ്റെ കല്യാണം നടത്തുന്നു വിചാരിക്കുക. അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ മകൻ്റെ മരുമകളുടെ കല്യാണം ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് 10 പൈസ ചിലവില്ലാണ്ട് കല്യാണം നടത്താം. പക്ഷെ അയാൾ ആഡംബരമായിട്ട് കല്യാണം നടത്തുമ്പോൾ എത്രയോ പേര് എങ്ങനെയൊക്കെ അവരുടെ വീട്ടിലേക്ക് വരുമാനം വരും. ഇല്ല, ശരിയല്ല? വീടുകളിലേക്ക് കുറെ പേരിലേക്കാണ് ആ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ഒരു കാശുകാരൻ ഒരു വലിയൊരു ആഡംബര കാർ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു 1 കോടി രൂപ കാർ വാങ്ങിക്കുകയാണെങ്കിൽ 25 ലക്ഷം സർക്കാരിന്റെ ഇതിലേക്ക് വന്നു. അത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞാൽ എനിക്ക് പറഞ്ഞത്, എനിക്കറിയാവുന്ന കാര്യം സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത്. അതിപ്പോ ആർക്കും പറയാലോ. വെറുതെ ഇരുന്ന് കാശുണ്ടാക്കണമെന്ന് പറയരുത്. ഒരു വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ആ വീഡിയോ ഇത് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മുടെ ഒരു കുഴപ്പമില്ലാണ്ട് കാണുന്നതല്ലോ. അല്ലാണ്ട് വെറുതെ സ്ട്രെസ് റിലീഫാണ് നമ്മുടെ വീഡിയോ എന്ന് പറയും. കുറേ പേര് നമ്മളെ വിളിച്ചിട്ട് ജോലിയുടെ ടെൻഷനോ വേറെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം സമാധാനം ഉണ്ടല്ലോ എന്ന് പറയാം. അപ്പൊ അത് മതി നമുക്ക്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ അവർക്ക് അതിന്റെ സന്തോഷം കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് അത് മാത്രം മതിയില്ല നമുക്ക്. അപ്പൊ അത് ഒരു വീഡിയോ എടുക്കണ ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നത് ഒരു ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വെറുതെ ഇരുന്ന് കാശുണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഇവിടെ വന്നിരുന്നിട്ട് ആള് ഞങ്ങൾ വീഡിയോ എടുക്കണതൊക്കെ കണ്ട് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വരുന്ന ചേട്ടൻ ഞങ്ങളുടെ ഒപ്പം നിൽക്ക്, അപ്പോൾ കാണാമെന്ന് പറഞ്ഞു. പിന്നെ ചിത്രബാലൻ അതിനൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഏതിനാ? 74 കോടി കൊടുത്തിട്ടാണ് പോപ്പ് സിംഗർ രഹാന വന്ന് ആനന്ദ് അംബാനിയുടെ കല്യാണത്തിന് പെർഫോം ചെയ്തത്. അതൊരു ദൂർത്താണോ അതോ വീട്ടിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് ദൂർത്താണോ? അല്ല, ഓരോരുത്തർ അവരവരുടെ കയ്യിലത്തെ കാശിനനുസരിച്ചിട്ട് അംബാനിയുടെ ലെവലിലുള്ള ചെയ്യണു, നമ്മൾ നമ്മുടെ ലെവലിലുള്ളത്. ലിഷ്ണ പ്രിയ, ആനന്ദ് അംബാനി ആര്, അജു ആര്? വെറും ഒരു വ്ളോഗർ അല്ലേ? ജോലിയൊന്നുമില്ല, വീട്ടിൽ കുറച്ച് കൃഷിപ്പണി ചെയ്യും. സബ്സ്ക്രൈബേഴ്സ് ഒന്ന് സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ യൂട്യൂബ് വരുമാനം കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഈ സമ്പാദ്യമെല്ലാം. സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കാലചക്രം മാറുമ്പോൾ സരിതയുടെ വായടിത്തവും അജുവിൻ്റെ നിഷ്കളങ്കതയും ആളുകൾക്ക് മടുക്കും. നെഗറ്റീവ് കമൻറ്റ് ഇടരുതെന്ന് വിചാരിച്ചതാണ്, എന്നാലും റിപ്പീറ്റായി ഇത്തരം കമൻറ്റുകൾ കണ്ടതുകൊണ്ട് എഴുതിയതാണ്. അജുവും സരിതയും നമ്മുടെ ആരുമല്ല, അവർക്ക് ഇഷ്ടമുള്ളത് പോലെ നടക്കട്ടെ എന്നാണ് വിചാരിച്ചത്. നെഗറ്റീവ് കമൻറ്റ് ഇട്ടവർക്കാണ് ആത്മാർത്ഥത കൂടുതൽ. അവർക്ക് ജീവിതത്തിൻ്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ അറിയാം. ഒരു വിധവയായ സ്ത്രീ തൻ്റെ മകനെ പൊന്നുപോലെ നോക്കി. മകൻ തെറ്റ് ചെയ്തപ്പോഴൊന്നും തിരുത്താതെ അവനെ പ്രോത്സാഹിപ്പിച്ചു. അവസാനം തൂക്കിലേറ്റം വിധിക്കപ്പെട്ടു. അവസാന ആഗ്രഹം അമ്മയെ കാണുക എന്നതായിരുന്നു. അമ്മ വന്നപ്പോൾ അവൻ അമ്മയെ മാരകമായി ആക്രമിച്ചു. അവൻ പോലീസുകാരോട് അമ്മ പറഞ്ഞത്, അമ്മ തെറ്റ് ചെയ്തപ്പോൾ
തന്നെ തിരുത്തി ഒരടി വെച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ നല്ലവനാകുമായിരുന്നു. ഇന്ന് മരണം എന്നെ തേടി വരില്ലായിരുന്നു എന്നാണ്. ഇത് അജൂസ് വേൾഡിന് വേണ്ടിയുള്ള മെസ്സേജ് അല്ല. ചില ആളുകൾ നമ്മളെ കുഴിയിൽ തള്ളിയിടാൻ പലതും പറയും. അത് കേട്ട് തുള്ളിയാൽ നമ്മുടെ ജീവിതം സ്വാഹ. ഈ ചേച്ചിക്ക് നമ്മളോട് എന്തൊരു സ്നേഹല്ലേ. ഭയങ്കര സ്നേഹമുള്ളതാണ് ഞാൻ ആ ചേച്ചിയോട് ഞാൻ പറയുന്നത്, ചേച്ചിയാണ് അനിത്യാണെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ 49 വയസ്സ് വരെ നമ്മൾ യൂട്യൂബിൽ ചെയ്യാണ്ടാണ് ഞാൻ ഞങ്ങൾ ജീവിച്ചത്. 49 വയസ്സ്, 5 കൊല്ലമായി. 5 ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള തന്നെയാണ്. ഇപ്പൊ ഈ 5-5.5 കൊല്ലം 5.5 കൊല്ലമൊക്കെ ആയിട്ടുള്ള ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമായിട്ട് അതുകൊണ്ട് ജീവിച്ചു പോകണം. ഇപ്പൊ യൂട്യൂബ് ഏത് നിമിഷം നിൽക്കാം, ഏത് നിമിഷം നിർത്താം, എന്ത് സംഭവിക്കും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആളുകൾ കണ്ടില്ലെന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ, വീഡിയോ കണ്ടിട്ട് ലൈക്ക് അല്ല ഞങ്ങൾ മടുക്കും. അപ്പൊ ചിലപ്പോ ഇത് നിന്ന് പോവാം. നമുക്കറിയാലോ നമ്മളുടെ വീഡിയോയ്ക്ക് വ്യൂസ് അങ്ങനെ ഇപ്പൊ 5.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും വ്യൂസ് 10,000-20,000 ഉള്ളൂ, അത്ര മതി. പക്ഷേ ഈ സാധനം നിന്ന് പോയാലും നമ്മൾ വേറെ പണിയെടുത്ത് ജീവിക്കും, അത്ര ഉള്ള കാര്യം. നമ്മളിപ്പോ ഈ 49 വയസ്സ് വരെ ജീവിച്ച എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 5 കൊല്ലം 5.5 കൊല്ലം ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി. അപ്പോൾ അതുകൊണ്ടുള്ള മാറ്റങ്ങളുണ്ട് ഇവിടെ. നമുക്ക് സമ്പത്ത് കാലത്ത് ഇപ്പത്ത് ഞങ്ങള് പൈസ സേവ് ചെയ്യുന്നുണ്ടോ, സേവ് ചെയ്യാണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കുകയാണോ എന്ന് എങ്ങനെയാണല്ലേ ചേച്ചി ഇത്ര ഉറപ്പിച്ച് പറയണത്? നമ്മൾക്ക് സമ്പത്ത് ഞങ്ങൾ സേവ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റണത്? നമ്മൾക്ക് ഞങ്ങളുടെ ജീവിതമാണല്ലോ. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അനുഭവിക്കേണ്ടത് നേരിടേണ്ടത് നമ്മളാണ്. അപ്പം നമ്മളല്ലേ അതിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടേ? അപ്പം ഞങ്ങൾക്ക് എന്തായാലും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവുമല്ലോ. കാശ് അധികമാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, അതാണ് ബുദ്ധിമുട്ടുന്നത് നമ്മുടെ. പറഞ്ഞു. അതെ, നിങ്ങളുടെ കയ്യിൽ ഇത്ര അധികം കാശുണ്ടോ ഇങ്ങനെ നിർത്താതെ വീട് പണിതുകൊണ്ടിരിക്കാൻ? സരിത, പിന്നെ ഓരോ പണി നടത്തുന്നതിന് മുൻപ് ഇങ്ങനെ വിശദീകരണമായിട്ട് വരും. അതെ, എന്തിനാണ് ചെയ്യേണ്ടത് പറയണല്ലോ. ഇപ്പൊ ഈ മതില് പെയിന്റ് അടിച്ചിട്ടില്ലേ, ഈ മതില് ഞാൻ പറയാം, നമ്മുടെ ഇന്ദുവിന്റെ കല്യാണത്തിന്റെ മുന്നേ, ഇന്ദുവിന്റെ കല്യാണം 2011 2011 പണിത മതിലായത്. ആ സമയത്ത് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ജീവിക്കണേ. മതിൽ പണിതൊന്നും നമ്മളല്ലാട്ടാ, സജീവനും ഷാൻചേട്ടനും ചെറിയേട്ടനും അവരാണല്ലോ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളവർ. അപ്പോൾ അവർ ആണ് അവരുടെ വരുമാനത്തിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് മൊത്തം നമ്മുടെ ഈ 2.5 ഏക്കറിൻ്റെ ചുറ്റും അതിർത്തി കെട്ടിയത്. അവരിങ്ങനെ കെട്ടി തന്നു നമുക്ക്. അവർ പിന്നെ പെയിൻറ്റും കൂടി അടിച്ച് തരാൻ അവരോട് പറയാൻ പറ്റുമോ? ഇത്ര കൊല്ലമായി ഈ മതിലിങ്ങനെ കെടുക്കണു പൂപ്പൽ പിടിച്ചിട്ട്. ഇപ്പോഴാണ് അത് നമ്മൾ മെഷീൻ എടുത്ത് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ചതൊക്കെ തെറ്റാണോ? 13 കൊല്ലം കഴിഞ്ഞു. ആ മതിൽ അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞു തുടങ്ങി. അപ്പം അതൊക്കെ നമ്മൾ പാച്ച് വർക്ക് ചെയ്തു, സിമെൻ്റൊക്കെ വെച്ച് അടച്ചു, എന്നിട്ട് ചെയ്തു. അതൊക്കെയാണ് ചെയ്തിട്ടുള്ള പണികൾ, മാറ്റങ്ങൾ. അല്ലാണ്ട് ഈ കോഴിക്കോട് പെയിന്റ് അടിച്ചു, ഈ കോഴിക്കോട് പെയിന്റ് അടിക്കുമ്പോൾ എന്തോരം കാശ് വേണം, കോടികൾ വേണം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറെ ആളുകൾക്ക് കൂടി തൊഴിൽ കിട്ടുന്നുണ്ടെന്നുള്ള, വേറെ ആളുടെ കുടുംബങ്ങൾ കഴിയുന്നുണ്ടെന്നുള്ളത് ആദ്യം തന്നെ. ഇത് കാണുന്നവർ കുറെ പേര് നമുക്ക് ഇപ്പൊ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവട്ടാ. നെഗറ്റീവ് കമന്റുകൾ നിങ്ങൾ നോക്കണ്ട, അങ്ങനെ കുറെ കമന്റ് വന്നിട്ടുണ്ട്. കുറെ പേര് അങ്ങനത്തെ ഓരോന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ പോകണ്ട. അവരവരുടെ വീട്ടിലത്തെ അവരവരുടെ സൗകര്യമാണ്. നമ്മളാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട, നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. ഇത് കുറേ വന്നിട്ടുള്ളതുകൊണ്ടേ. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ വന്നു, എന്തോരം നെഗറ്റീവ് കമൻസാ വരണേ, അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ ചേച്ചി, എന്തിനാ അതിലിട്ടേക്കണേന്ന് ചോദിച്ചിട്ട്. കാരണം നെഗറ്റീവ് കമൻറ്റ് ഇടണ്ടാന്ന് വിചാരിക്കണവർക്കും കൂടിയിട്ട് ഇതിൻ്റെ കമൻസ് നോക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിയാണല്ലോ അവർ പറയണത്, ഇവർ എന്തിനിങ്ങനെ എന്തോരം കാശി നശിപ്പിച്ച് കളയണേ, ഇവർക്കിത് പാവങ്ങളെ സഹായിച്ചൂടെ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇടാൻ തോന്നുമല്ലോ. അപ്പോൾ അത് കമന്റ് വരണ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തിനാ ഡിലീറ്റ് ചെയ്യണം? ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും നിങ്ങളൊക്കെ ഒരു കാര്യം, നിങ്ങൾ 1 രൂപ സാധനം വാങ്ങിക്കാനായിട്ട് ചെലവഴിക്കുമ്പോൾ അത് കുറെ കാശ് അതിലത്തെ ഒരു ഭാഗം എല്ലാവരും ആരായാലും നമ്മളെല്ലാവരും സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന് പൈസ കൊടുക്കണ്ടല്ലോ. ഏതോ ഒരാള് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഒരു മൈക്കും പിടിച്ചിട്ട് നടന്നിട്ട് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് ഒരാൾ ചോദ്യം ചോദിക്കുക. അപ്പൊ എല്ലാവരും അന്തം വിട്ട് നിൽക്കാണ്. ഈ ചോദ്യം ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ എല്ലാവരും ചോദിക്കുന്നേ. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, അപ്പൊ നമ്മൾ എത്ര നാൾ ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കണം, ഓരോ ഇതുകൾ വാങ്ങിക്കണം, അതിൽ നിന്നൊക്കെ നമ്മളിപ്പോ ഈ വീട് വെച്ചാലും വീടിന് ടാക്സ് അടക്കുന്നുണ്ട്. നമ്മളുടെ ഭൂമിയാണ്, എന്നിട്ട് നമ്മൾ ഭൂനികുതി അടക്കുന്നുണ്ട്. അതന്നെ, ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ജനങ്ങൾക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള കൂടിയിട്ടുള്ളതാണ്.
നമ്മുടെ രാജ്യത്തിലത്തെ ജനങ്ങൾക്ക് കൂടിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാഗം എല്ലാ സാധനങ്ങളും വാങ്ങിക്കണേനും ടാക്സ് അടയ്ക്കണേന് പുറമെ ഇപ്പൊ സമ്പാദ്യവും അല്ലേ ഒരു കൊല്ലത്തിൽ ഇത്ര കൂടി കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കണ്ടേ. അതായത് നമ്മളെല്ലാവരും ജീവിക്കും, ഞങ്ങളെ അടക്കം അടങ്ങുന്ന ഈ ജനങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഭാഗം സർക്കാരിന് കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നാനാ ഭാഗങ്ങളിലേക്കും അത് എത്തുന്നു. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരാളും പോക്കറ്റ് കാശ് വെച്ചിട്ട് കൈയും കെട്ടിയിരുന്നിട്ട് അവനവനെ അന്നത്തേക്കുള്ള കഞ്ഞിയും കൂട്ടാനും മാത്രം വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ജീവിച്ചു പോകാം. പക്ഷെ മറ്റുള്ളവർ കെട്ടി ഇരിക്കുന്ന പൈസ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് വെറും ഈ കടലാസാണ്, അതിന് ഒരു വിലയില്ല, അതിന് വിലയില്ല. കടലാസിന്റെ വില പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. അളമാരിലിരിക്കുന്ന നോട്ട് കെട്ടുകൾക്ക് ഒരു വിലയില്ല കേട്ടാ. അപ്പൊ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാലാണ് അതിന് വില ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടണ മുഴുവൻ ഞങ്ങൾ നശിപ്പിച്ച് കളയല്ലാട്ടാ. അങ്ങനെ വിചാരിച്ചിട്ട് ചിലര് അതിന്റെ ഒരു വിഷമം ഉണ്ടാവും. ഇവർക്ക് കടങ്ങളും ലോണൊക്കെ ഉണ്ടെന്നൊക്കെ ഇവര് പറയും ചെയ്യും. എന്നിട്ട് ഇവര് കിട്ടണ അവർക്ക് കടങ്ങൾ വീട്ടിക്കൂടെ? കടം വീട്ടുന്നുണ്ട്. അത് നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് അടയ്ക്കാവുന്നതിൻ്റെ കൃത്യം അടയ്ക്കേണ്ട തുകേനേക്കാളും കൂടുതൽ വെച്ച് നമ്മൾ അത് അടയ്ക്കാവുന്നത് അടച്ച് അത് വേഗം വീട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലുള്ള അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അത് കാണിക്കണം എന്നില്ല. കാരണം നെഗറ്റീവ് കമന്റ്സ് വരുന്ന അറിയാം. അപ്പോൾ വരുന്ന അറിയാവുന്നവർ ചിലപ്പോൾ അത് കാണിക്കണം എന്നില്ല. നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്. ഇവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യാറുണ്ട്. അശോക് വേൾഡ്, ഒരു കണ്ണുള്ളപ്പോൾ ചാത്തൻ ഇങ്ങനെ, 2 കണ്ണുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പാവം മിണ്ടാപ്രാണികൾ, വിഷമമുണ്ട് കാണുമ്പോൾ. ഒറ്റക്കണ്ണൻ ചാത്തനായിട്ട് അവൻ പെടകളെ ക്രൂരമായി പെടനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. പക്ഷെ ആ ചാത്തൻ ഇന്നലെ കൊന്നു. അതല്ല ചേട്ടൻ്റെ ആയിരുന്നല്ലോ. ഇവർക്ക് എന്റർടൈൻമെന്റിന് പറഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ കൊണ്ടിട്ടതായിരുന്നു. കാരണം അവിടെ ഒരു ചാത്തനുണ്ട്, ഒരു വെള്ള, നമ്മൾ ഉദ്ഘാടനത്തിന് കൊണ്ട് ഇടുന്ന കണ്ടില്ലേ, അതിനെ ഈ ഒറ്റക്കണ്ണൻ ചാത്തൻ അതിനെ നിലത്ത് നിർത്തില്ല കൊത്തിയിട്ട്. അപ്പം അല്ല ചേട്ടൻ ഇതിനെ എന്തൊരു ചെയ്യണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ചെന്നിട്ട് ഒരു ചാത്തൻ കൂടുതലുണ്ടെങ്കിൽ തരുമോ ചോദിച്ചു. അപ്പോൾ ഈ ഒറ്റക്കണ്ണൻ ഇങ്ങോട്ട് വിട്ടതാ. അപ്പോൾ ജന്മന അവൻ ക്രൂരനാണ്. അപ്പോൾ അനിലും ചേട്ടൻ്റെ അടുത്ത് തിരിച്ചു കൊണ്ടുകൊടുത്തുല്ലോ. തിരിച്ചു കൊണ്ടുകൊടുത്തപ്പോൾ ആ ചാത്തനി തന്നെ സ്ഥിതി അവിടെ ചെന്നിട്ടും ഇങ്ങനെ ഇട്ട് കൊത്തുക ബാക്കി കോഴികളെ. അപ്പോൾ ഇന്നലെ ഞാൻ അവിടേക്ക് ഇന്നലല്ലേ ഞാൻ കാലത്ത് അങ്ങോട്ട് പോയി. ഇന്നലെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ കൂട്ടാൻ ചേച്ചി വെക്കുന്നുണ്ട്, നല്ല മണം വരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വേറെ ചേച്ചി പറ അറ്റക്കണ്ണൻ ചാത്തനെ അത് കിടന്ന് അടപ്പത്ത് കിടന്ന് തിളക്കണേന്ന്. അപ്പം അവൻ്റെ കഥ തീർന്നു. അടുത്തത് മുല്ല ഷബീർ വേറെയും വീഡിയോകളിലൊക്കെ നല്ല നല്ല കമൻസ് ഇട്ടിട്ടുണ്ട് കേട്ടാ. എല്ലാം അത് വായിക്കാതിരിക്കാൻ വലിയ കഥ പോലെയാണ് ആൾ എഴുതണത്. മത്തായിച്ചൻ, അതായത് ഇന്നസെന്റ്, ഹംസക്കോയോട്, അതായത് മമ്മുക്കോയോട്, കാശ് ഇന്ന് വരും നാളെ പോവും. അപ്പോൾ ഹംസക്കോയ മറ്റന്നാൾ എല്ലാം കൂടി ഒരുമിച്ചൊരു പോക്ക് പോവും. ഒന്ന് മാറടോ മാപ്പിളയെ എന്ന് പറയണ ഇത് റാംജി റാവുല്. ഇതാണ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്. കാശ് കെട്ടിപ്പുറക്കി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് ഇതുപോലെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചിലവാക്കുന്നത് തന്നെയാണ് ഉത്തമം. ഉള്ള വരുമാനം നിലയ്ക്കുന്നതിന് മുമ്പ് വീട്ടിലെ പണികൾ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ, നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമൻറ്റുകളും അജൂസ് വേൾഡിന് വിജയം കൊയ്ത് മുന്നേറുവാനുള്ള പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ആരെങ്കിലും കുറച്ച് ആളുകൾ തളർത്താൻ വേണം. മുൻ രാഷ്ട്രപതി KR നാരായണനെ നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. അന്ന് അത് കേട്ട് അദ്ദേഹത്തിന് വാശിയേറി. ജീവിതത്തിൽ മുന്നേറണമെന്ന് തോന്നി. കളിയാക്കിയവരുടെ മുന്നിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തിളങ്ങി. അങ്ങനെ ഒരുപാട് മഹാന്മാർ. കണ്ണില്ല എങ്കിലും എന്നോട് ആത്മാവിൽ വർണ്ണമായി നീ വിടരും, പുതുവർണ്ണമായി നീ വിടരും. അത് ഇത് പാട്ടാ? മറഞ്ഞിരുന്നാലും മനസ്സ്, അതെ ആ പാട്ടല്ല അത്? അല്ല അല്ലേ? എന്ന വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ പാട്ടും പാടി പാവം പെടക്കോഴിയെ പാട്ടിലാക്കാൻ പോയ ക്രൂരനായ ഒറ്റക്കണ്ണൻ ചാത്തൻ. അവൻ്റെ ശീൽക്കാരം കളവാണെന്ന് തിരിച്ചറിഞ്ഞ് എതിർത്ത ആ പാവം പെടക്കോഴി അതിക്രൂരമായി ബലാത്കാരം ചെയ്തു കൊന്ന ചാത്തന് അനിലഞ്ചേട്ടൻ്റെ കോടതിയിൽ വധശിക്ഷ കിട്ടി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ആള് നമ്മൾ കമൻറ്റിന് റിപ്ലൈ വായിക്കുന്നുണ്ട്. അതാണ് ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തില്ല, അതിനെ കൊന്നു ഇന്നല്ലേ കൊന്നു കൂട്ടാൻ വെച്ചു എന്ന്. അപ്പം അതിലാണ് അതുകൊണ്ടാണ് ആളിങ്ങനെ എഴുതിയേക്കണം. അപ്പം ഇങ്ങനൊരു കമൻറ്റ് ഇതുപോലെ നമ്മളെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന കുറേ കമൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി കഴിഞ്ഞു അല്ലേ? ഇത്രയും ചേട്ടൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ഇനിയും കുറേ നെഗറ്റീവ് കമൻസ് ഉണ്ട് കേട്ടോ വായിക്കണമെങ്കിൽ. വായിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിർത്താം. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.